നമുക്കൊരു കാര്യം ചെയ്യാം. നീലേശ്വരത്ത് നടന്ന ഒരു വാഹനാപകടത്തിന്റെ ദൃശ്യം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിലെ നായകന്മാരിവിടെ ഉണ്ട്. ഇത്രയും വേഗത്തിൽ എങ്ങോട്ട് പോകുമായിരുന്നു? വേഗം ഉണ്ടായില്ല, സ്പീഡ് കുറച്ചിട്ടാ വന്നത്. അപ്പോ വണ്ടിയിൽ വേറെ ആളും ഉണ്ടായിരുന്നു? ഇല്ലല്ല, തനിച്ചുള്ളായിരുന്നു. ഓക്കെ. ആ ബസ്സിന്റെ ബേക്കിൽ വരുന്ന ബസ്സിനെ ഓട്ടോക്കാൻ ശ്രമിച്ചു. ബസ് ഒരു 30 സ്പീഡിലേ വരുന്നുള്ളൂ. നല്ല സ്പീഡ് കുറവില്ല വന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കുറെ സമയം എന്റെ ബേക്കിൽ ഇങ്ങനെ വന്നു. പിന്നെ എനിക്ക് തോന്നി ഇത്ര നല്ല പോണ്ടല്ലോ, പെട്ടെന്ന് മുമ്പിലോട്ട് എടുത്താണ്. പെട്ടെന്ന് വണ്ടി കണ്ട് ആകെ പേടിച്ച്. സാധാരണ ഞാൻ പിന്നെ ബൈക്ക് ഓടിക്കലായിരുന്നു, സ്കൂട്ടി എടുത്ത് പോയതാണ്. ആ സ്കൂട്ടിയിൽ പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു. ബൈക്കിൽ പിടിക്കുന്ന അതേപോലെ പെട്ടെന്ന് വീണുപോയി. അപ്പൊ കാർ എത്ര സ്പീഡിലായിരുന്നു? 80 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. 80 കിലോമീറ്റർ സ്പീഡിലുണ്ടായിരുന്നു. ഈ 2 വീലറോ? സത്യം പറയാമോ? ഓവർ സ്പീഡ് ആണെങ്കിലും കുഴപ്പമില്ല. പറഞ്ഞില്ല, ഓവർ സ്പീഡ് ഇല്ല. പെട്ടെന്ന് തന്നെ കണ്ടത് ബസ്സിന് ഓവർടേക്ക് വരുമ്പോ ബസ് സ്പീഡ് കുറച്ചുണ്ടേ. അപ്പൊ നിങ്ങൾ ചെന്നാൽ കേറിയല്ലോ, ആ വിഷ്വല് ചെന്നാൽ കയറി. എങ്ങനെ നിങ്ങൾ വീട്ടിൽ തിരിച്ചത്? ഒരേ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നു. അല്ല, എനിക്ക് സ്ഥിരമായിട്ട് അറിയുന്ന റോഡാണ്, എനിക്ക് പരിചയമുള്ള റോഡാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാവും. പിന്നെ ശശിയേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നില്ല ഒരു ഇതുണ്ട്. മുമ്പിൽ വീണ് കിടക്കുന്ന ആളെ അദ്ദേഹത്തിന് എന്തായാലും കയറ്റാൻ തോന്നൂല്ല. അങ്ങനെ അല്ല, അത് കാരണം ഇത് എനിക്കൊന്ന് ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നു, താങ്കൾ വെട്ടി തിരിക്കാനുള്ള ഒരു ആത്മസമയനമൊക്കെ വേണമല്ലോ. അതെ അതെ. ഒരു കൽവെട്ട് പോയിരുന്നു ആ വഴിക്ക്. എനിക്ക് ചീമിനിൽ ഒരു കടയുണ്ട്, ഫർണിച്ചർ ഷോപ്പ്. രാവിലെ തുറക്കാൻ വേണ്ടി പോകുന്നത്. തുറന്ന് എന്താ ഉണ്ടായ? ഈ വണ്ടി എനിക്കൊന്ന് ഭിത്തി പോയി ഇടിച്ചു അല്ലേ? ഇടിച്ചു, കുറെ കട്ടയൊക്കെ ഇടിച്ചു നിരത്തി. വണ്ടി മൊത്തത്തിൽ തകർന്നു പോയി. വണ്ടി മൊത്തത്തിൽ തകർന്നു പോയി. വണ്ടി ചേട്ടൻ മാത്രം രക്ഷപ്പെട്ടു. അതെ അതെ. അല്ല, മാത്രല്ല എനിക്ക് തോന്നുന്ന ചേട്ടൻ മരിച്ചുപോയി കാണുമെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്നിട്ട് തലേന്ന് പൊക്കി നോക്കി ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? കാണും. ബസ്സുകാരും അങ്ങനെ വിചാരിച്ചേ ആണ്. മൂപ്പര് മരിച്ചു പോയി. ബസ് എല്ലാരും ഇറങ്ങി വന്നു, ബസ്സിൽ എല്ലാരും ഇറങ്ങി വന്നു. പക്ഷേ ഭയങ്കര അത്ഭുതം കേട്ടോ. ചേട്ടന്റെ ആയുസ് ബലം ഞാൻ സമ്മതിച്ചിരിക്കുക. ഈ കേവിനകത്ത് വീണ ആളിനേക്കാളും. കാരണം ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയല്ലേ, കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നോക്കത്തില്ലല്ലോ. അപ്പൊ ചേട്ടൻ ഈ വണ്ടി മറിഞ്ഞപ്പോഴേ ചേട്ടൻ ഈ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ കടന്നുപോയോ? ഞാൻ മരിച്ചു വിചാരിച്ചു. പൊക്കില്ല. ഇല്ല, ഞാൻ അപ്പൊ തന്നെ എണീച്ചു പെട്ടെന്ന് ഈ വണ്ടി എന്തായി എനിക്ക് ആകെ പേടിച്ചു പോയി. ഇവൻ എന്ത് പറ്റിയെങ്കിലും ഞാൻ ആകെ പിന്നെ പറഞ്ഞ കാര്യമില്ല. ഞാൻ എണീറ്റപ്പോ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, പക്ഷെ ഞാൻ ഈ വണ്ടി പരിചയമുണ്ട് അല്ലേ? എന്റെ വണ്ടി തട്ടി ഇത് എന്റെ കൈപ്പഴ കൊണ്ട് ഇവനെന്തും പറ്റി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഈ വണ്ടിയിൽ നിന്ന് ഇവൻ എണീറ്റ് വന്നപ്പോ ഞങ്ങൾക്ക് സമാധാനമായി. ഒന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ടല്ലേ വണ്ടി പിടിക്കുന്നത്? ഇല്ല, ഞാൻ പെട്ടെന്ന് എണീറ്റിട്ടാകുമ്പോ ഇവൻ ഇറങ്ങി വരുന്നുണ്ട്. എന്തേട്ടാ പണി കാണിച്ചത്? അപ്പൊ എനിക്ക് സമാധാനായി, ഒന്നും പറ്റിയില്ലല്ലോ. അതിനൊന്നും പറ്റില്ല, വണ്ടിയല്ലേ. അല്ല, നിങ്ങൾക്ക് ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് ഇടിക്കാം, ഭിത്തിയിലിടിക്കാം. നിങ്ങൾ പോസ്റ്റ് പ്രിഫർ ചെയ്തില്ല? ഇല്ല, പോസ്റ്റ് പാസ്സായി സാർ. അത് പോസ്റ്റ് പാസ്സായി. ഫസ്റ്റ് കൾവെട്ടിൽ അടിച്ചു വണ്ടി. കൾവെട്ട് അടിക്കുമ്പോ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം നഷ്ടമായിട്ട് പിന്നെ പോസ്റ്റ് അടിച്ചു. രണ്ടാമതാ പോസ്റ്റ് അടിച്ച, ഫസ്റ്റ് പോസ്റ്റ് അടിക്കാതെ. ഇത് കഴിഞ്ഞ ശേഷം നാട്ടിൽ സ്വീകരണമല്ലോ കിട്ടി? ഒരുപാട് കിട്ടി. MBD ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടായത്. കാഞ്ഞങ്ങാട് MBD ആയാലും കാസർഗോഡ് MBD ആയാലും നല്ല സഹകരണം ഉണ്ടായി. വണ്ടിന്റെ ഷോറൂം മഹീന്ദ്ര അവരത് പെട്ടെന്ന് റെഡിയാക്കി തന്നു. പുതിയ വണ്ടിയായിരുന്നു, 2 മാസമായ വണ്ടിയായിരുന്നു. 2 മാസമേ ഉള്ളൂ. പുതിയ വണ്ടിയായിരുന്നു, നമ്പറായില്ല. വണ്ടി ആക്സിഡന്റ് ആയത്. പരിക്കെന്തിനുണ്ടായോ? എല്ല് പൊട്ടി. ഇപ്പം കൈ ശരിയായില്ല. മുകേഷിന്റെ വണ്ടിയൊക്കെ പണിഞ്ഞു കൊടുത്തായിരുന്നു? അത് ഇൻഷുറൻസ് മതിലിട്ടി കൊടുക്കേണ്ടി വന്നുള്ളൂ. മതിലും പോസ്റ്റ് മാറ്റേണ്ടി വന്നു. KCB പിടിച്ചോ? KCB അവരും പൈസ മേടിച്ചു. അവര് വേറെ നോക്കിയില്ല, മേടിച്ചു. അവര് 15,000 രൂപ മേടിച്ചു. 10,000 രൂപ മതിലിന് പോയി. 25,000 രൂപ അങ്ങനെ പോയി. പിന്നെ കയ്യില് കുറെ ഇത് പ്ലാസ്റ്റർ ഇട്ട് കുറച്ചൊക്കെ കടന്നു. 1 മാസത്തെ പണിയും പോയി. ആണോ? ഓക്കെ, എന്തായാലും ഭാഗ്യമായി. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.